ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാ പ്ലാനിങ്ങിനും വിരാമം ഇട്ടുകൊണ്ട് ഞങ്ങളുടെ ട്രിപ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയായതുകൊണ്ട് ഞങ്ങളുടെ പേടകം എടുക്കാനായിട്ട് സുരേഷ് ഏട്ടൻ്റെ പേടകം കൊണ്ട് ഞങ്ങൾ യാത്ര തുടങ്ങുവാണ്. അപ്പോൾ ട്രിപ്പിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസൊക്കെ ഓൺ ദ വേ പറയാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഗൈസ്, നമ്മളിത് വണ്ടി വിൽക്കാനായിട്ട് വന്നേക്കുവാണ്. ഈ കിടക്കുന്ന വണ്ടിക്കകത്താണ് പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂറോളം ഞങ്ങളിവിടെ നിർത്തി പോസ്റ്റ് അടുപ്പിച്ചതിന് ശേഷം വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് ഞങ്ങളൊന്ന് വന്ന് നോക്കണ സമയത്ത് കാണിച്ച വണ്ടിയല്ല ഞങ്ങൾക്കിപ്പോൾ കിട്ടിയേക്കണ വണ്ടി അന്ന് ഞങ്ങൾ കണ്ട വണ്ടിയായിട്ട് രാപകൽ ഡിഫറൻസ് ഉണ്ട്. ഞങ്ങൾ അന്ന് ബുക്ക് ചെയ്തത് ഏതാണ്ട് ഈ കിടക്കണ പോലത്തെ നല്ല നീട്ടമുള്ളൊരു വണ്ടിയായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയേക്കണ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴഞ്ചൻ വണ്ടി. നമ്മൾ അന്ന് കാണിച്ച സ്പേസോ കാര്യങ്ങളോ ഒന്നുമല്ല ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വണ്ടിക്കകത്തുള്ളത്. ഞാനതൊരു ഇൻറ്റീരിയർ ടൂറ് കാണാം. അപ്പോൾ അതിനകത്ത് നമുക്ക് വണ്ടിയുടെ ഡ്രോബാക്സും കാര്യങ്ങളും ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടിയുടെ അകത്തോട്ട് കയറിയേക്കാം. അപ്പോൾ ഈ കിടക്കുന്ന വണ്ടിയാണ് നമ്മുടെ അടുത്ത 16 ദിവസത്തേക്കുള്ള യാത്രാ പേടകം. നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു മൂഞ്ചിലൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. ഇതിനേക്കാളും നല്ല വലിയ വണ്ടിയാണ് നമുക്ക് കിട്ടിയത്. ഈ കിടക്കണ വലുപ്പമുള്ള വണ്ടിയായിരുന്നു നമ്മൾ അന്ന് കാണിച്ചത്. പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു അനിയൻ പുള്ളീനാണ് നമുക്ക് തന്നേക്കണത്. അകത്തും അന്ന് കാണിച്ച പോലെ ഒന്നുമല്ല. അന്ന് കാണിച്ചതിനകത്ത് ഇവിടെയൊക്കെ നല്ല വലിയ അടിപൊളി സീറ്റും കാര്യങ്ങളും നല്ല വലിയ സെൻട്രൽ പാസേജും ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കിട്ടിയേക്കണതിനകത്ത് അതൊന്നുമില്ല. പിന്നെ ഇത് ബാക്ക് സൈഡിൽ ഒരു ബെഡ് ആക്കാവുന്ന ഒരു സെറ്റപ്പാണ്. അതിനുള്ള ബെഡ് ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അന്ന് ഞങ്ങൾ കാണിച്ചതിനകത്ത് വലിയൊരു സ്ക്രീൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കിട്ടിയേക്കണേന്ന് ചെറിയൊരു സ്ക്രീന്. എനിക്ക് തോന്നുന്നു എൻ്റെ ഐപാഡ് ഇതിലും വലുതാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഏതായാലും ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ. ഇവിടെ 2 പേർക്ക് കിടക്കാനുള്ള ബെഡുണ്ട്. ബെഡ്ഷീറ്റൊന്നുമില്ല. ദാരിദ്ര്യം കാരണമാണെന്ന് തോന്നുന്നു. ഒരു സ്പഞ്ച് മാത്രമാണ് നമുക്ക് തന്നേക്കണം ഇവിടെ. ഇതാണ് ഡ്രൈവർ ക്യാബിൻ. വണ്ടി ഏതായാലും കിട്ടിയപ്പോൾ ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ചിട്ടാണ് അവർ നമുക്ക് തന്നേക്കുന്നത്. അത് റിട്ടേൺ ചെയ്യുമ്പോഴും അതുപോലെ ഫുൾ ടാങ്ക് ഡീസലൊക്കെ വേണം. ഫ്രണ്ടിൽ മാത്രമാണ് എയർകോൺ ഉള്ളത്. ബാക്കിലുള്ള എയർകോൺ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി ഏതെങ്കിലും പവർ സോഴ്സിൽ കണക്ട് ചെയ്യണം. പിന്നെ പറഞ്ഞ പോലെ ഫ്രണ്ടിലാണ് നമുക്ക് പാട്ടും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയ സൗകര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ബ്ലൂടൂത്ത് പിന്നെ നാവിഗേഷൻ ഉണ്ട്. വേറെ കാര്യങ്ങളൊന്നും അതിനകത്തില്ല. പിന്നെ ബാക്കിലെ സ്പീക്കർ വർക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വേറെ പാട്ട് വെക്കണം. ഫ്രണ്ടിലുള്ളവർക്ക് വേറെ പാട്ട് കേൾക്കാം, പുറകിലുള്ളവർക്ക് വേറെ പാട്ടും കേൾക്കാം. സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. വൈൻ ഗ്ലാസ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അത് വൈൻ ഗ്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ബാക്കിയുള്ള സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റുകൾ, തീപ്പെട്ടി ലൈറ്റർ എന്ന് ഇറങ്ങി അറിഞ്ഞില്ലെന്ന് തോന്നുന്നു അവർ. ലോക്കാവില്ലേ? ഇതെന്താണാവോ? ഇവിടെ വീണ്ടും കുറച്ച് സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റുകൾ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതാണ് നമുക്കുള്ള ബേണർ. അത്യാവശ്യം നീറ്റാണ്. ബാക്കി ഇവിടെയൊക്കെ സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റുകളാണ്. ഒരു മൈക്രോവേവ് ഉണ്ട്. പിന്നെ ഹാൻഡ് വാഷ് ഉണ്ട്. ടോയ്ലറ്റ് എങ്ങനെയുണ്ട് പോലും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടോയ്ലറ്റാണ്. കെമിക്കൽ ടോയ്ലറ്റാണ്. ഇതിൻ്റെ കെമിക്കലും കാര്യങ്ങളൊക്കെ അവർ നേരത്തെ കാണിച്ചു തന്നായിരുന്നു. നോക്കണം എങ്ങനെയാണെന്നുള്ളത് യൂസ്ഡ് ആയിക്കോളും. പിന്നെ സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് ഇവിടെ ഉണ്ട്. ഇതൊരു ഓപ്പൺ സ്റ്റോറേജ് ആണ്. പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ വേറെ ഒരെണ്ണമുണ്ട്. ഇവിടെ സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റുകളായിട്ട് തന്നിട്ടുണ്ട്. ആക്ച്വലി ഇതിനകത്തേക്ക് ഒരു കുഴി ഉള്ളതുകൊണ്ട് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ചാടി പോകുന്നുമില്ല. പിന്നെ ഇവിടെയുണ്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ സ്പേസ് നമുക്ക് പുറത്തുനിന്നും ആക്ച്വലി ആക്സസ് ചെയ്യാവുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ അത്രേ ഉള്ളൂ വണ്ടിയുടെ ഇൻസൈഡ് ടൂറ്. ഇന്നാൾ കാണിച്ച വണ്ടിക്ക് ഒരു ഇച്ചിരിയോടെ സ്പേസ് ഉണ്ടായിരുന്നു. ഇതിനകത്തൊരു ഇച്ചിരി സ്പേസ് കുറവാണ്. കാണിച്ചതിനേക്കാൾ ഇച്ചിരിയോടെ പഴയതാണ്. അപ്പോൾ ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചങ്ങോട്ട് കയറിയേക്കാമെന്ന് ഓർത്തുകൊണ്ട് വണ്ടി എടുത്തങ്ങ് ഇറങ്ങുവാണ്. പുറത്ത് ഇതിൻ്റെ കുറച്ച് കണക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേതായാലും നമുക്ക് ഡ്രൈവിനിടയ്ക്ക് കാണാം. ഏതായാലും യാത്ര തുടങ്ങുവാണ്. അലഞ്ചേട്ടനാണ് ആദ്യമായിട്ട് വണ്ടി എടുക്കാൻ പോകുന്നത്. അലഞ്ചേട്ടൻ ഐശ്വര്യമായിട്ട് എടുത്തേക്കല്ലേ? അതെ, മെയിൻ കാർപ്ലേ ഇല്ലാട്ടോ. അതുകൊണ്ട് പണ്ടത്തെ GPS ഒക്കെയാ. തുറിച്ച് നോക്കി എന്തൊക്കെയോ കാണാം. നാവിഗേറ്റ് വീട്ടിലേക്കാണോ? അടിപൊളി. അപ്പം എന്നാ പിന്നെ പോയേക്കല്ലേ? അപ്പോൾ ഏതായാലും ഇനി വീട്ടിൽ ക്രിസ്റ്റോയും സുരേഷ് ചേട്ടനും ഉല്ലാസ് ഭായും നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് വണ്ടി കാണാനായിട്ട്. അവരോട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു നമ്മളെ ചെറിയൊരു പറ്റിയിട്ടുണ്ടെന്നുള്ളത്.
അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കട്ടെ എന്താ പറ്റിയെന്നുള്ളത്. അപ്പോൾ ഓൾറൈറ്റ്, വീട്ടിൽ പോയിട്ട് അവരുടെ എക്സ്പ്രഷൻസ് നമുക്ക് കാണാം. അപ്പോൾ അതാണ്ട് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലുള്ളവർ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് വണ്ടി, കാണാനായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഏതായാലും വണ്ടിക്കകത്തൊന്നുമില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് കുടുക്കങ്ങളൊക്കെ കേൾക്കാം. കട്ട്ലറീസ്, സ്പൂണും നൈഫും ഫോർക്കും എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ തമ്മിൽ തല്ലണം, ഒച്ചയൊക്കെ പുറകിൽ നിന്ന് കേൾക്കാം. അപ്പോൾ ഏതായാലും വീട്ടിലേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ 9 മണിയായപ്പം 9:30 ഞങ്ങളിവിടെ വണ്ടി എടുക്കാനായിട്ട് അവരുടെ ക്യാമ്പൽ ഫീൽഡിലുള്ള യാർഡിൽ ചെന്നതാണ്. യാർഡിൽ ചെന്നപ്പോൾ നമ്മളോട് ആദ്യമേ ഒരു എത്ര അരമണിക്കൂർ കൊണ്ട് വണ്ടി റെഡിയാവുന്നല്ലേ പറഞ്ഞത്. ജസ്റ്റ് എന്തോ ക്ലീനിങ്ങും ചെക്കപ്പും ഒക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി റെഡിയാവും, വണ്ടി നമുക്ക് തന്നേക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്തോ ലൈസൻസിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആക്ച്വലി ഓൺലൈൻ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു, നമ്മൾ ചെക്കിൻ ചെയ്തായിരുന്നു. 6 പേരും ചെക്കിൻ ചെയ്തായിരുന്നു. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് 6 പേരും ഫിസിക്കലി പ്രസൻ്റ് ആയിരിക്കണം വിത്ത് ദെയർ ലൈസൻസ്, അവരുടെ ലൈസൻസും കൊണ്ട് വന്നേക്കണം. ചെന്നപ്പോഴാണ് നമ്മൾ അറിയണത്. ഞങ്ങൾ വണ്ടി പിക്ക് ചെയ്യാൻ പോയി ഞങ്ങൾ 3 പേരാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മളോട് പറഞ്ഞത് ബാക്കിയുള്ള 3 പേരും വരണമെന്നുള്ളത്. പിന്നെ വീട്ടിൽ നിന്ന് അവർ 3 പേരും ലൈസൻസ് എടുത്തുകൊണ്ട് മറ്റേ മാവോയുടെ ഓഫീസിലേക്ക് വരേണ്ടി വന്നു. അല്ല, നമ്മുടെ പിന്നെ അപ്പോളോ ക്യാമ്പർവാൻ്റെ ഓഫീസിലേക്ക് വരേണ്ടി വന്നു. എവിടെയും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവർ, അതായത് എല്ലാവരും വന്നെന്നുള്ളതൊന്നും. അങ്ങനെ കുറച്ച് സമയം പോയി. അതുകൊണ്ടാണോ നമ്മുടെ വണ്ടി കിട്ടാൻ ഡിലേ ആയതെന്നുള്ളതും അവർ കൺഫേം ആയിട്ട് പറഞ്ഞൊന്നുണ്ടായിരുന്നില്ല. പിന്നെ ഏതായാലും ഒരു 1-1.5-2 മണിക്കൂർ അടുപ്പിച്ച് നമുക്ക് നല്ല പോസ്റ്റൊക്കെ തന്ന് വണ്ടി കിട്ടിയപ്പോഴാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്ന് ടെസ്റ്റ് കാണാൻ വന്നപ്പോൾ കണ്ട വണ്ടിയല്ല നമുക്ക് തന്നേക്കണത്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. അന്നത്തെ വണ്ടി കിട്ടാത്തതിൻ്റെ ഒരു ചെറിയൊരു ധർമ്മസങ്കടം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. പിന്നെ ഇച്ചിരി പഴയ വണ്ടിയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഏതായാലും 16 ദിവസത്തേക്ക് ഇനിയിപ്പം ഈ വണ്ടി തന്നെയാണ് യാത്ര മുഴുവൻ. അപ്പം ഏതായാലും വണ്ടി കിട്ടി. ഇനി അങ്ങോട്ടേക്ക് പോവുക തന്നെ. ഏതായാലും ഇപ്പോൾ വീട്ടിൽ പോകണം, സാധനങ്ങളെല്ലാം ലോഡ് ചെയ്യണം, യാത്ര തുടരണം. അപ്പോൾ ഗൈസ് ഫൈനലി എല്ലാ ലോഡിങ്ങും എല്ലാ പരിപാടിയും കഴിഞ്ഞു. വണ്ടി ബാക്കി കിടക്കുന്നുണ്ട്. എല്ലാവരും വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഇതെല്ലാം അടിപൊളിയായിട്ട് കയറി സെറ്റായി ഇരുന്ന് എന്നാ പറഞ്ഞാൽ ഇനി യാത്ര നേരെ തുടങ്ങുകയാണ്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അഡലൈഡിലേക്കാണ്. ഇനി ബാക്കി വിഷ്വൽസൊക്കെ നമുക്ക് വണ്ടിക്കകത്ത് കയറിയിട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം. ഓൾ റൈറ്റ്, അപ്പോൾ ഇനി അഡലൈഡിലേക്ക്. എല്ലാരും ഇറങ്ങി, എല്ലാവരും റെഡിയാക്കി 5 മിനിറ്റ് സമയമുള്ള മൂത്രം ഒഴിക്കാൻ ഉള്ള ബാത്റൂം പോകാനെല്ലാം പെട്ടെന്ന് പോയിട്ട് വരിക. പെട്ടെന്ന് വരാം. ഓക്കെ. പിന്നെ അവിടെ നിന്ന് നേരെ പേർത്ത് നമ്മൾ നേരെ ഇവിടെ എന്താണ് പറയണത്, എവിടെയാണ് ഹഡ് ലഗൂൺ. അവിടെ നിന്ന് നേരെ നേരെ എക്സ്മൗത്തേക്കോ, എക്സ്മൗത്ത് പിന്നെ ഏതാ രാജ്യം? തന്നെയല്ലേ ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് റിസർച്ച് ചെയ്തോണ്ടിരിക്കല്ലേ, എവിടെയൊക്കെ പോകണം, എങ്ങനെയൊക്കെ പോകണം, എത്ര നേരം എടുക്കും, എന്തോരം നേരം എടുക്കും, എത്ര സ്റ്റോപ്സ് ആണെന്നൊക്കെ. ഞങ്ങൾ റിസർച്ച് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും റിസർച്ച് ചെയ്യുന്നുണ്ടോന്നറിയാം. മാപ്പ് ഞാൻ 18 പഠിച്ചു. നമുക്ക് വെൽക്കം ടു മറ്റേ ബോർഡ് കാണാനല്ലോ വന്നേ. കറക്റ്റാണോ? നേരെ പോയി കറക്റ്റാ. ബാബാ കേറ് കേറ്. അപ്പോൾ അടുത്ത് ഇനി പേടകം നീക്കാൻ പോകുന്നത് ഞാൻ തന്നെ. പോയേക്കാം. അപ്പോൾ ഗൈസ് അഡലേഡ് എത്തിയിരിക്കുകയാണ്. സംഭവബഹുലമായ ഒരു ദിവസത്തിന് വിരാമം ഇട്ടുകൊണ്ട് ഞങ്ങളിത് ഡിന്നറെല്ലാം കഴിച്ചുകൂടെ ഉല്ലാസമായിട്ട് നല്ലൊരു ചായയൊക്കെ കുടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. വലിയ കാര്യമായിട്ടുള്ള കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇന്ന് വണ്ടി എടുത്തതും പിന്നെ അതിപ്പോൾ വണ്ടിക്കകത്ത് തന്നെയാണ്. വണ്ടിക്കകത്ത് ഇവിടെ പുറകിൽ കുക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഉല്ലാസ് ഭായ് ഉണ്ട്, സുരേഷ് ഉണ്ട്. ഒരു ഹായ് പറഞ്ഞ് കോൺസെൻട്രേഷൻ പാല് ഇറക്കി പോരുത് കേട്ടോ. ഓക്കെ, അപ്പം അതും കൂടെ കഴിഞ്ഞ് ഇന്നത്തെ നൈറ്റ് ഉറങ്ങാൻ പോകണില്ല. ഇന്ന് ഇവിടെ നിന്ന് വീണ്ടും ഇനി ഡ്രൈവ് ചെയ്യാൻ പോവാണ്. വീണ്ടും ഇനി ഡ്രൈവ് ചെയ്ത് സെഡ്യൂണ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെയോ വന്ന് കയറുന്ന വണ്ടിക്കകത്തേക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങളും പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിനകത്ത് വേറെ അധികം കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് വണ്ടിക്കകത്തുള്ള സാധനങ്ങൾ, വണ്ടി എടുക്കാൻ പോയി എക്സ്പീരിയൻസ്, പിന്നെ കുറച്ച് വണ്ടിക്കകത്തുനിന്നുള്ള യാത്ര മാത്രം. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഒരു ചായ കുടിക്കുന്നു, കിടന്നുറങ്ങാൻ പോകുന്നു.
കിടന്നുറങ്ങാൻ പോകുന്നില്ല, ഇരുന്നുറങ്ങാൻ പോകുന്നു. വണ്ടി സ്റ്റിൽ ഓടാൻ പോകുന്നു. നേരെ നാളെ രാവിലെ സെഡ്യൂണയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഗുഡ് നൈറ്റ്. എനിക്ക് കിട്ടി. വളരെ മനോഹരമായ ചായ. ഉയരം കൂടുന്നതോടും ചായയുടെ മധുരവും കൂടുന്നു. അപ്പോൾ വീണ്ടും cheers.